വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മുട്ട ചേർത്തുണ്ടാക്കുന്ന ഒരു വാനില ഐസ്ക്രീം റെസിപ്പി കാണാം. ഈ വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പാല് ക്രീമും കൂടെ ചൂടാക്കണം. പിന്നെ എടുക്കുന്നത് 1/4 കപ്പ് പാലും 1/4 കപ്പ് പാല്, അതേപോലെ തന്നെ 1/4 കപ്പ് ക്രീം, ഫ്രഷ് ക്രീമാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ഹീറ്റ് ചെയ്യാം. ഇത് ചെറിയ ഫ്ലെയിമിലായിട്ടേക്കുന്നത്, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ റെസിപ്പിക്ക് നമുക്ക് വൈറ്റ്സ് ആവശ്യമില്ല, മുട്ടയുടെ വെള്ള ആവശ്യമില്ല, ഉണ്ണി മാത്രം മതി. നാല് മുട്ട സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഈ മുട്ടയുടെ ഉണ്ണിയിലേക്ക് ഒരു 1/4 കപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം. ഈ ക്രീമും പാലും കൂടെ നമ്മൾ ചൂടാക്കുമ്പോൾ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് മുട്ടയൊന്ന് ടെമ്പർ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ചൂടായി ക്രീമും പാലും കൂടെ ചൂടാക്കി അതിനകത്തേക്ക് ഒഴിക്കാം. ഈ മിക്സർ തിരികെ സോസ് പാനിലേക്ക് ഒഴിച്ച് തിക്കാ നേരം കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് മെത്തേഡ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്നതാണ്. തിളയ്ക്കുന്ന പാത്രത്തിൻ്റെ മേലെ സോസ് പാൻ വെച്ച് ചൂടാക്കി എടുക്കുന്നതാണ് ഏറ്റവും സേഫ് മെത്തേഡ്. മുട്ട പിരിയാണ്ടിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാലും മതി. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ മുട്ട പിരിയും. അത് സൂക്ഷിക്കുക. ഈ ഒരു കസ്റ്റേർഡ് നല്ല തിക്കാവണം, അതുവരെ കുക്ക് ചെയ്യുക. നമ്മളിവിടെ കസ്റ്റേർഡ് തിക്കായി. നമ്മളതിൻ്റെ പരുവം നോക്കുന്നത് സ്പൂണിൻ്റെ ബാക്കിൽ കോട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ ലൈൻ വരച്ചാൽ അത് അങ്ങനെ കിടക്കും. അങ്ങനെയാണ് കസ്റ്റേർഡ് തിക്നെസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതേപോലെ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിച്ചെടുക്കുക. ഇനി ഈ മിക്സർ നന്നായിട്ട് കൂളാവണം, അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ കൂളായി. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്, മുട്ടയുടെ മണം തോന്നാതിരിക്കാനായിട്ട്. ഇനി എപ്പോഴും മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുമല്ലോ, അതേപോലെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ക്രീമിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. വിപ്പ് ചെയ്ത ശേഷം നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡിയാണ്. വാനില എസൻസും ഉപ്പും ചേർത്തു. ഈ ഒരു കസ്റ്റേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഐസ്ക്രീം മേക്കറിലോട്ടൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഐസ്ക്രീം മേക്കർ ഉള്ളവർക്ക് ഇത് ഐസ്ക്രീം മേക്കറിലേക്ക് ഇട്ട് ഐസ്ക്രീം ചേൺ ചെയ്തെടുക്കാവുന്നതാണ്. ഐസ്ക്രീം മേക്കർ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇച്ചിരി ഡെൻസ് ആയിരിക്കും. ഇച്ചിരി ഫ്ലഫി ആവണമെങ്കിൽ അതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് ചേർത്ത് കഴിയുമ്പോൾ നല്ല വാങ്ങിക്കുന്ന ഐസ്ക്രീം പോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് എടുക്കും. ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ആവണം.
വിപ്പിംഗ് ക്രീം നമ്മളൊരു സോഫ്റ്റ് പീക്സ് വരെ ഈ ഒരു സ്റ്റേജ് വരെ ബീറ്റ് ചെയ്തെടുക്കും. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 700 ml ഐസ്ക്രീം കിട്ടും. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഇതൊരു ഫ്രീസർ പ്രൂഫായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് ഫ്രീസ് ചെയ്യാം. ഇത് 24 to 48 hours ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെച്ചു. ഇത് ഞാൻ ഇന്നലെ 24 hours മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐസ്ക്രീമിലാണ് കാണിക്കാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ വാനില ഐസ്ക്രീം നമ്മൾ മുട്ടയൊക്കെ ചേർത്തൊരു കസ്റ്റേർഡ് ഉണ്ടാക്കി. അതിനുശേഷം വിപ്പിംഗ് ക്രീം അതിനകത്ത് വിപ്പ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഉണ്ടാക്കിയ കസ്റ്റേർഡ് ഫ്രീസറിൽ വെക്കുക. അത് ചെറുതായിട്ടൊന്ന് ഐസായി വരുമ്പോൾ, സെമി സെറ്റ് ആകുമ്പോൾ അതെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫ്രീസറിൽ വെക്കുക. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഒന്ന് രണ്ട് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്യുക. ഇതിനോട് ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ഐസ്ക്രീം തന്നെയായിട്ടും കഴിക്കാൻ നല്ലതാണ്. കൂടാതെ നമുക്ക് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തോ കോഫി പൗഡർ ഡസ്റ്റ് ചെയ്തൊക്കെയും സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.